മലയാളികൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയൊരു തിരിച്ചടി. ടി.കെ. ഗോവിന്ദനും പിണറായിക്ക് പോലും ഉണ്ടാവും എന്നുള്ളത് വി കുഞ്ഞികൃഷ്ണനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവരൊരു പോരാട്ടം കാഴ്ചവെക്കാനായി ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. പയ്യന്നൂരിൽ ടി.ഐ. മധുസൂദനൻ പിന്നിലാണ്. നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആളുകൂടിയാണ് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ. എന്നിട്ടും അദ്ദേഹത്തിന്റെ പരാതികൾ കേൾക്കാൻ പാർട്ടി തയ്യാറായില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. ആ പരാതി പരിഗണിച്ചില്ല. അദ്ദേഹം പാർട്ടി വിട്ടു. UDF അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. അദ്ദേഹം അതാ ജയിച്ചു കയറുന്നു. കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിൽ മറുപടി പറയുന്നു. 4700-ലധികം ലീഡ് നില ഏകദേശം എനിക്ക് തോന്നുന്നു ഇനി വിജയം ഉറപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ടി.കെ. ഗോവിന്ദനും അതുപോലെയാണ്. പാർട്ടിക്കെതിരെ പരാതി പറഞ്ഞു മടുത്തു. അദ്ദേഹം പറഞ്ഞ പരാതികൾ പരിഗണിക്കപ്പെട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം കൃത്യമായൊരു നിലപാടെടുത്ത് പാർട്ടി വിട്ടത്. അവിടെയും UDF അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. വിസ്മയങ്ങളെല്ലാം ഫലം കണ്ടു. G. സുധാകരൻ അടക്കമുള്ളവർ ജയിച്ചു കയറുകയാണ് അവിടെ. അതുകൊണ്ട് തന്നെ അത് വലിയ മുന്നേറ്റം UDF-ന്. എനിക്ക് തോന്നുന്നു UDF-ന് ഇപ്പോൾ തന്നെ 3 അങ്ങനെ മാറി വന്നവർ ജയിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ തന്ത്രം അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. രാഷ്ട്രീയ തന്ത്രം അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. NDA 3, UDF 98, LDF 39 എന്ന നിലയിലാണ് കണക്ക് പോകുന്നത്. എന്താണ് തിരുവനന്തപുരം സെൻട്രലിൽ നടക്കുന്നതെന്നാണ് അറിയേണ്ടത്. തിരുവനന്തപുരം സെൻട്രൽ നേമം ഒപ്പം കഴക്കൂട്ടം അങ്ങനെയാണെന്ന് തോന്നുന്നു 3 സീറ്റുകൾ NDA-യുടെ കൂടെ ഉള്ളത്. NDA-ക്ക് അനുകൂലമായി ഉള്ളത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇനി CPM-ന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു മറുപടി വരേണ്ടതുണ്ട്. വട്ടിയൂർക്കാവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. വട്ടിയൂർക്കാവിൽ ആര് ഈ പറഞ്ഞതുപോലെ ജയിക്കുമെന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. വട്ടിയൂർക്കാവിലൊക്കെ ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചിരുന്നു VK പ്രശാന്ത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത്ര ഈസി അല്ല വട്ടിയൂർക്കാവ്. ഈ പറഞ്ഞതുപോലെ അതൊരു തരംഗമാണോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. കാരണം വട്ടിയൂർക്കാവൊക്കെ ഒരു മേയർ ബ്രോ എന്നുള്ള ഇമേജിനപ്പുറത്തേക്ക് വിജയിച്ച് കയറാമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ശ്രീലേഖയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു വിവാദം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വിവാദത്തിന് പോകുന്ന ആളല്ല VK പ്രശാന്ത്. കൃത്യമായ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരാളാണ് VK പ്രശാന്ത്. VK പ്രശാന്ത് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു മാറ്റം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് ട്രെൻഡാണോ എന്നുള്ളത്. 99-ലേക്ക് എത്തിയിട്ടുണ്ട്. UDF 99-ലേക്ക് വീണ്ടും കടന്നിട്ട്. NDA 2 ചുരുങ്ങിയിട്ടുണ്ട്. എവിടെയാണ് NDA-ക്ക് പോയത്? LDF 39 എന്നുള്ള തലത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുറയുന്നുണ്ട്. 2300 സംതിങ് ആയിട്ടുണ്ട്. ബലറാമിന് 7207 എന്നുള്ളൊരു കണക്കാണ് നിലവിൽ ലീഡ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.